നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ജനറൽ റീഡിംഗ് നോക്കാം. അതായത് നിങ്ങൾക്കിപ്പോൾ ആരെങ്കിലും കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ആ ആളെ മനസ്സിൽ വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു പിക്ചർ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് പിക്ചർ സെലക്ട് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഇവിടെ ഇയാൾ ആത്മബോധവും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളോട് ആഗ്രഹവും ഉള്ള ആളാണ്. തനിക്ക് പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ മനസ്സിലാക്കാനും അതിൽ നിന്നൊരു പാഠം പഠിക്കാനും തയ്യാറായിട്ടുള്ള ഒരാളാണ്. അതായത് എനിക്ക് ഇത്തരം മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് എൻ്റെ പാസ്റ്റിൽ, ഇനി ഞാനിങ്ങനെ ചെയ്യരുത്, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാവൂ എന്നൊക്കെ സ്വയം വിലയിരുത്തുന്ന ഒരാളാണ്. അതായത് കൂടുതലും സ്പിരിച്വൽ അവേക്കനിങ് പോലെയായിട്ടുള്ളൊരു എനർജി ഇയാളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ജഡ്ജ്മെൻ്റൽ മൈൻഡൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷേ അവർക്ക് അവരുടെ ലൈഫിനെ കുറിച്ചിട്ട്, ലൈഫ് എങ്ങോട്ട് പോകുന്നു, ലൈഫിന് മുന്നോട്ട് എന്താണ് എന്നൊക്കെ കുറിച്ചിട്ട് ഒരുപാട് ചിന്തകളൊക്കെ ഉള്ള ആളാണ്. നല്ലൊരു സഹപ്രവർത്തകനാണ്. കൂടെ വർക്ക് ചെയ്യുന്നവരോടാണെങ്കിലും കൂടെയുള്ള സഹജീവികളോടാണെങ്കിലും നല്ലപോലെ സഹകരിച്ചു പോകുന്ന ഒരാളായിട്ടാണ് കാണിക്കുന്നത്. മ്യൂച്വൽ റെസ്പെക്റ്റിന് മൂല്യം നൽകുന്ന ആളാണ്. ഇയാൾ ചെയ്യുന്ന പ്രൊഫഷൻ ഏതായാലും അത് നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളാണ്. ഇപ്പോൾ ആ ചെയ്യുന്ന ജോലിയിൽ തന്നെ അവിടുത്തെ സ്കില്ല് എന്താണോ വേണ്ടത് ആ ജോബിന്, അത് കൂടുതലും ഡെവലപ്പ് ചെയ്യാനായിട്ട്, തനിക്ക് ഇനി എന്താണോ വേണ്ടത് ആ ക്വാളിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധ കാണിക്കുന്ന ആളാണ്. പിന്നെ ഈ കുടുംബത്തിൻ്റെ ഭാരം, അതായത് തനിക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്ന വിശ്വാസമുള്ള ഒരാളാണ്. അങ്ങനെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്ന വ്യക്തിയാണ്. അതിപ്പോൾ ജോലി സ്ഥലത്താണെങ്കിൽ കൂടെയും ഓക്കെ, ഞാൻ ഇത് ചെയ്താൽ മാത്രമേ ഇത് ഭംഗിയായിട്ട് പോവുകയുള്ളൂ എന്ന ചിന്താഗതി ഉള്ള ഒരാളാണ്. പക്ഷേ തനിക്ക് താങ്ങാനാവുന്നതിനും മേലെയായിരിക്കാം, എന്നാലും തൻ്റെ ആത്മവിശ്വാസം, ഉൾബലം, അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരുപാട് സഹിഷ്ണുതയും പ്രതീക്ഷയും ഒക്കെ നിറഞ്ഞിട്ടാണ് തൻ്റെ ശ്രമത്തിന് ഫലം വരുന്നത് വരെ കാത്തിരിക്കാൻ തയ്യാറായിട്ടുള്ള ആളാണ്. ഇപ്പോൾ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ഒക്കെ എനർജി ഡൗൺ ആയാൽ കൂടെയും ആളതിൽ നിന്ന് ഉയർന്നു വരുന്നൊരാളാണ്. അതായത് ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ഓക്കെ, എനിക്കിപ്പോൾ ഒരുപാട് താങ്ങാൻ പറ്റുന്നില്ല എന്ന ചിന്ത വന്നാലും പിന്നെയും ആൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ടൈപ്പ്. ഇല്ല, എനിക്ക് എന്നിലൊരു വിശ്വാസമുണ്ട്, ഇപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടാലും മുന്നോട്ട് എനിക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും, നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടും എന്ന രീതിയിൽ കാത്തിരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. പിന്നെ ഒരുപാട് പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന ആളാണ്. ഇപ്പം ഞാനിങ്ങനെ ചെയ്താലും എനിക്ക് കിട്ടാൻ പോകുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ, ആ റിസൾട്ട് വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാം, എനിക്ക് ഭാവിയിൽ ഇങ്ങനത്തെ ഒരു വീട് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വണ്ടി വാങ്ങാൻ പറ്റും, ഇങ്ങനത്തെ ഒരു ലൈഫ് ആയിരിക്കും എൻ്റേത്, ഇവിടെ പോയി സെറ്റിലാവാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്യുന്ന ആളാണ്. എല്ലാ കാര്യത്തിലും പ്രതീക്ഷയോടും ചിന്തയോടും കൂടി നീങ്ങുന്ന ആളാണ്. കാരണം ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റിസൾട്ട് വൈകിയാലും ആള് പെട്ടെന്ന് അങ്ങനെ തളരുന്ന ആളല്ല. തൻ്റെ ആഗ്രഹങ്ങൾ എങ്ങനെ നേടിയെടുക്കാനും ആൾക്കറിയാം. ചിലപ്പോൾ കുബുദ്ധിയായിരിക്കാം ചില സമയത്ത്, എന്നാലും ആഗ്രഹങ്ങളൊക്കെ നേടാനായിട്ട് മിടുക്കിയോ ആണ്. ഞാൻ ഇനി അത് ഒരു ജെൻഡർ വൈസ് പറയുന്നില്ല, അങ്ങനത്തെ ഒരാളാണ്. പക്ഷേ ചില ടൈമിൽ, അതായത് ആവശ്യം വരുന്ന ടൈമിൽ
കുറച്ച് ആഗ്രഹങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് നമുക്കിവിടെ ഇങ്ങനെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഏതൊരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫുഡാണെങ്കിലോ ലക്ഷറി ആണെങ്കിലോ ഇമോഷണലി ആണെങ്കിലോ ആൾ കുറച്ച് ചില ടൈമിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളാണ്. പക്ഷേ ഓവറോൾ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്. അതായത് എല്ലാ രീതിയിലും പ്രതീക്ഷയോടും സഹിഷ്ണുതയോടും ഒക്കെ കൂടി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഇനി രണ്ടാമത്തെ പിക്ചർ സെലക്ട് ചെയ്തവർക്കായിട്ട് ഈ വ്യക്തി എങ്ങനെയാണെന്ന് നോക്കിയാൽ അയാളുടെ പാസ്റ്റിൽ വിശ്വാസവഞ്ചന കിട്ടിയിട്ടുള്ള ഒരാളാണ്. അതായത് ഇമോഷണൽ പെയിനും ഉണ്ടായിട്ടുണ്ട്. അതായത് മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ചിട്ടുള്ള ഒരാളാണ്. കൂട്ടുകാരിൽ നിന്നും ചതി പറ്റിയിട്ടുണ്ട്. ബിസിനസ് റിലേറ്റഡും ആയിട്ട് കൂട്ടുകാരിൽ നിന്ന് ഈ വിശ്വാസവഞ്ചന കിട്ടിയിട്ടുള്ള ഒരാളായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ നിന്നാൽ കൂടെയും അയാൾക്ക് അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായാലും അതിൽ നിന്ന് തന്നെ ഉയർന്നു വരാനായിട്ട് ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എല്ലാ ബിട്രേയലും ഇമോഷണൽ പെയിനും എല്ലാം കഴിഞ്ഞിട്ട് ഒരു ന്യൂ ആളാവാൻ, ഒരു പുതിയ ആളാവാൻ, ലൈഫിൻ്റെ ഒരു പുതിയ ഫേസിലേക്ക് കടക്കണം എന്ന് കരുതി പോകുന്ന ഒരു എനർജിയാണ് അയാൾക്കുള്ളത്. അത് അയാളുടെ എക്സ്പീരിയൻസ് കൊണ്ടാവാം. ലൈഫിലുണ്ടായിട്ടുള്ള കൂടെ നിന്നവർ തന്നെ പറ്റിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇനി ഞാനൊരു പുതിയ ഞാനായിട്ടായിരിക്കാം മുന്നോട്ട് പോകുന്നത് എന്ന എനർജിയിലേക്ക് ഇയാൾ വന്നിട്ടുള്ളത്. അതുപോലെ സാമൂഹികമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ ഉള്ളൊരു കഴിവുള്ള ഒരാളാണ്. വർക്ക് പ്ലേസിലൊക്കെ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനായിട്ട് പറ്റുന്നൊരു ടൈപ്പാണ്. തൻ്റെ സ്കിൽസ് എന്താണ് അതെല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണ്. കൂടുതലും കുറച്ചാൾ ബോൾഡാണ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. കാരണം ഇയാൾക്ക് നാച്ചുറലി, അതായത് ഒന്നും വേണ്ട, അയാൾക്ക് തനിയെ ഉള്ള ഒരു കാര്യമാണ് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിത്വമുള്ള ഒരാളാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ആ ആൾ വരുമ്പോൾ നാച്ചുറലി ആയിട്ട് ആളുകൾ ചുറ്റും ആകർഷിക്കപ്പെടും. സത്യസന്ധനായിട്ടുള്ള ആളാണ്. പിന്നെ ഓപ്പൺ മൈൻഡഡ് ആണ്. സ്പിരിച്വലി സ്ട്രോങ് എനർജി ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതലും ഈ ആളുകൾ അട്രാക്റ്റായി പോകുന്നത് ഓട്ടോമാറ്റിക്കലി. ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ, അവിടെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രാക്ടിക്കലിയാണ് തിങ്ക് ചെയ്യുക. അതായത് എൻ്റെ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യണം, ഞാൻ ഈ ഏരിയയിൽ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, ഞാൻ വേറൊരു ബിസിനസ് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. കുറേ ഐഡിയാസൊക്കെ ഉള്ള ഒരാളാണ്. ജോബ് ചേഞ്ച് ചെയ്യണം, എങ്ങനെ ഫിനാൻസിനെ ഇംപ്രൂവ് ചെയ്യാം എന്ന് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുകയും അത് പ്രാക്ടിക്കലി കൊണ്ടുവരികയും ചെയ്യാനായിട്ടുള്ളൊരു കഴിവുള്ള ഒരാളാണ്. സ്വന്തമായിട്ട് എല്ലാ കാര്യത്തിനും, അതായത് ഈ ന്യൂ ഓപ്പർച്യൂണിറ്റീസിനെല്ലാം ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആളാണ്. പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന ആളും കൂടെയാണ്. പിന്നെ ഇയാളൊരു നല്ല റൊമാൻറ്റിക് കമ്മിറ്റഡ് ലവർ ആണെന്ന് പറയാം. കമ്മിറ്റഡ് ആണ്. ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ ആ ഒരാളായിട്ട് നല്ല രീതിയിൽ കമ്മിറ്റഡ് ആണ്. സ്ട്രോങ് കണക്ഷനാണ് ഇവർക്ക് ഉണ്ടാവുക. കാരണം ഇവർ കൂടുതലും ആളുകളായിട്ട് കണക്റ്റ് ആവുക ഇമോഷണലി ആണ്. ഇമോഷൻ ബേസ്ഡ് ആണ് ഇവർ വേഗം കണക്റ്റ് ആവുക. അത് മനസ്സുകൊണ്ടാണ് ഇവർ അടുക്കുക. അതുകൊണ്ട് ഇവർ നല്ലൊരു ഇമോഷണൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ നന്ദി.